എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മലയാളികൾ, ലോകമാസകലമുള്ള മലയാളികൾ ഒരു അഭിമാന നിമിഷങ്ങളിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മലയാളിയായ നമ്മളിൽ ഒരാളായ നമ്മുടെ സഹോദരനായ അബ്ദുൾ റഹീം എന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരമൊരു വീഡിയോയെക്കുറിച്ച് ഞാൻ ഇന്ന് വളരെ കുറച്ച് നേരത്തെ മുമ്പ് മാത്രമാണ് ആലോചിച്ചത്. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്ലാൻ ഇട്ടതല്ല, ഇത് യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന ഒരു വീഡിയോ ആണ്. കാരണം 34 കോടി രൂപ എന്ന ആ ഒരു വലിയ സംഖ്യയിലേക്ക് എങ്ങനെ എത്തും എന്ന് മലയാളികൾ അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകൾ അതല്ലെങ്കിൽ സംഘടനകൾ ഒക്കെ കുലങ്കഷമായി ചർച്ചകളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ ഒരാൾ ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ യാത്ര ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുമെന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് സാക്ഷാൽ ബോച്ചെ. ഈ ബോച്ചെ എന്ന ഈ ഒരു അത്ഭുത മനുഷ്യനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ, ഈ ഒരു പരിപാടിയിൽ അറിയാതെയാണെങ്കിലും ഒരു ഭാഗവാക്കായിപ്പോയ ഞാനൊരു രണ്ട് വാക്ക് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മനസ്സിലിങ്ങനെ ഒരു വല്ലാത്ത വിഷമമായി നിലനിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ബോച്ചെ എന്ന് പറയുന്ന ആള് 4 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ആരംഭിക്കുന്ന സമയത്ത് വെറും 4 കോടി രൂപ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 1 കോടി രൂപ ബോച്ചയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭാവനയായിട്ട് കൊടുത്തിട്ടുള്ള പടമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മലയാളികൾ, ലോകമാസകലമുള്ള മലയാളികൾ ഒരു അഭിമാന നിമിഷങ്ങളിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മലയാളിയായ നമ്മളിൽ ഒരാളായ നമ്മുടെ സഹോദരനായ അബ്ദുൾ റഹീം എന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത്തരമൊരു വീഡിയോയെക്കുറിച്ച് ഞാൻ ഇന്ന് വളരെ കുറച്ച് നേരത്തെ മുമ്പ് മാത്രമാണ് ആലോചിച്ചത്. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്ലാൻ ഇട്ടതല്ല, ഇത് യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന ഒരു വീഡിയോ ആണ്. കാരണം 34 കോടി രൂപ എന്ന ആ ഒരു വലിയ സംഖ്യയിലേക്ക് എങ്ങനെ എത്തും എന്ന് മലയാളികൾ അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകൾ അതല്ലെങ്കിൽ സംഘടനകൾ ഒക്കെ കുലങ്കഷമായി ചർച്ചകളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ ഒരാൾ ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ യാത്ര ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുമെന്നുള്ള ഉറച്ച ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇറങ്ങി വരുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് സാക്ഷാൽ ബോച്ചെ. ഈ ബോച്ചെ എന്ന ഈ ഒരു അത്ഭുത മനുഷ്യനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ അറിയാതെയാണെങ്കിലും ഒരു ഭാഗവാക്കായിപ്പോയ ഞാനൊരു രണ്ട് വാക്ക് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു മനസ്സിലിങ്ങനെ ഒരു വല്ലാത്ത വിഷമമായി നിലനിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ബോച്ചെ എന്ന് പറയുന്ന ആള് 4 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര ആരംഭിക്കുന്ന സമയത്ത് വെറും 4 കോടി രൂപ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ 1 കോടി രൂപ ബോച്ചയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഭാവനയായിട്ട് കൊടുത്തിട്ടുള്ള പടമായിരുന്നു. അപ്പം ഞാൻ ഈ വീഡിയോസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ തന്നെ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതുപോലെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 18 വർഷമായിട്ട് അദ്ദേഹം അതിനുള്ളിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. 34 കോടി രൂപ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ തന്നെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞത് എന്നെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ നിരന്തരം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെടുകയും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിരന്തരം ഉപയോഗിക്കുകയും ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾ വരെ ഇത്തരം ഒരു മനുഷ്യൻ ജയിലറയ്ക്കുള്ളിൽ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ഉമ്മയെ കണ്ടിട്ട് 18 വർഷമായി എന്നുള്ള നഗ്നമായ സത്യം അറിഞ്ഞത് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാളും പറഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ വാളിൽ ഒരു ദിവസം ഇത്തരമൊരു സാധനം വന്ന് കിടക്കുന്നുണ്ട്. ബോച്ചെ എന്ന വലിയൊരു മനുഷ്യൻ, ബോച്ചെ നമുക്ക് നേരിട്ടറിയാം, പക്ഷേ ബോച്ചെ എന്ന് പറയുന്ന ആള് യാചിക്കാൻ വേണ്ടി പോവുകയാണ്, തെണ്ടാൻ വേണ്ടി പോവുകയാണ്, തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കാരണം
ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷം കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. കേവലം 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയനാവുമെന്നുള്ള ഒരു സത്യം പറഞ്ഞത് അദ്ദേഹം ഇറങ്ങിയതിന് ശേഷമാണ്. ഇപ്പൊ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പോകുന്ന സമയത്ത് വെറും 4 കോടി രൂപ, അതും ബോച്ചെ ട്രസ്റ്റ് കൊടുത്ത് 1 കോടി അടക്കം 4 കോടി രൂപ മാത്രമേ ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം പിന്നെ നടന്നത് അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് നേരത്തെ ഞാനൊരു പ്രസ് കോൺഫറൻസ് കണ്ടു, അതല്ലെങ്കിൽ വേറെ ചാനലുകൾ കണ്ടു, മറ്റു പല പ്രോഗ്രാമുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കണ്ടു. പണം തികഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞു. ആളുകൾ ആഹ്ലാദഭരിതരായി നടക്കുന്ന പല സീനുകളും പല വീഡിയോസും ഞാൻ കണ്ടു. പക്ഷേ അവിടെയൊക്കെ പല സന്ദർഭങ്ങളിലും ബോച്ചെ എന്ന് പറയുന്ന ആളുടെ പേര് പറയാൻ ചില സ്ഥലങ്ങളിൽ ചില ആളുകളൊക്കെ മടിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരമൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. ഞാൻ ആലപ്പുഴയിൽ കൃത്യമായിട്ടും പോയിട്ട് കണ്ടതാണ്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ എത്തിയപ്പോഴേക്കും ഓരോ മണൽത്തരികളെയും അല്ലെങ്കിൽ ഓരോ പുൽക്കൊടികളെയും മലയാളികളെ മുഴുവൻ ആ പ്രദേശങ്ങളിൽ കടന്നുപോയ പ്രദേശത്തൊക്കെ നട്ടുച്ചയ്ക്ക് പൊരുവേലത്ത് ആ വാഹനത്തുണ്ടിലിരുന്ന് കൈ കാണിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്രൗഡ് കൈ ബന്ധിച്ച് കാണിച്ചും സംസാരിച്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രകമ്പനമുണ്ടല്ലോ. ആ ഒരു പ്രകമ്പനം തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിയപ്പോഴത്തേനും ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഈ ഒരു സംഗതി അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം. ഇൻഫ്ലുവൻസേഴ്സിന് പലതും ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറയുന്ന വീഡിയോസ് ഉണ്ട്. 100% ഞാൻ പറയുന്നു, ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ ലേശം ബുദ്ധിമുട്ടായിരുന്നു. നന്ദി എന്ന് പറയുന്നൊരു വാക്ക് പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാൻ മറന്നുപോയത് കൊണ്ടാണ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ്. നിങ്ങളുടെ പ്രസ് കോൺഫറൻസുകളിലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തുള്ള റിസ്കുകളൊക്കെ എത്ര റിസ്ക് എടുത്താലും ശരി, ബോച്ചെ ചെയ്ത ഒരു പരിപാടിക്ക് ബദലാവില്ല എന്നുള്ളതാണ് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബോച്ചയെ പോലുള്ളൊരു മനുഷ്യൻ, ബോച്ചയെക്കുറിച്ച് നമ്മൾ നിരവധി കഥകൾ, നിരവധി ട്രോളുകൾ, നിരവധി സംഗതികൾ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി ഉള്ളൊരു മനുഷ്യൻ, സുഖമായിട്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നൊരു മനുഷ്യൻ, എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഞാൻ നോക്കുമ്പോൾ ഒരു ലോറി പോലുള്ള ഒരു വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നൊരു വേർപ്പ് കൊണ്ടിട്ട് പേരിനൊരു കൊടയുണ്ട് അങ്ങനെ നടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഈ QR കോഡ് നീട്ടി കൊടുക്കുന്ന, എല്ലാവരും സംഭാവന ചെയ്യണം. എൻ്റെ ഒരു സുഹൃത്ത് അതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോൾ അയാളോട് ബോച്ച വീഡിയോയിൽ കൂടി പറയുകയാണ് ഈ കാര്യം മറക്കല്ലേ എന്ന്. അത്തരമൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ 2 വാക്ക് പറഞ്ഞെങ്കിൽ വളരെ മോശമാണ്. ഇപ്പൊ ഇന്ന് അവിടെ വെച്ച് നടന്ന പല പ്രസ് കോൺഫറൻസുകളിലും ബോച്ചയുടെ 1 കോടി രൂപ അടക്കമുള്ള സംഖ്യയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ബോച്ചെ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവർത്തനം അത്ര വലിയ സംഗതിയൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഞങ്ങളെ പോലുള്ള കുറെ ആളുകളാണ് പ്രവർത്തിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം അവിടെ കൂടി നടക്കുന്നുണ്ട്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 8 മമ്മൂഞ്ഞിനെ പോലുള്ള ആളുകളാണ് ഇതിനെ പുറകിൽ ഇത്തരം സ്വഭാവം കാണിക്കുന്നത്. മമ്മൂഞ്ഞിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതായത് യഥാർത്ഥത്തിൽ ബോച്ചയില്ലെങ്കിൽ ഇത് ഇത്ര സ്പീഡിൽ ഈ ഒരു സംഗതി നടക്കില്ല എന്ന് കേരളത്തിലല്ല, ഇന്ത്യയിലും ലോകത്തുള്ള മൊത്തം മലയാളിക്ക് മനസ്സിലാവുന്ന, ചോറ് തിന്നുന്നതിന് മനസ്സിലാവുന്ന ഒരു നഗ്നമായിട്ടുള്ള സത്യമാണ്. ബോച്ചെ എന്ന് പറയുന്ന മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫാസ്റ്റായിട്ട് 34 കോടി രൂപ ഉണ്ടാവില്ലായിരുന്നു. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ബോച്ചെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ വിഷയം പറയുമ്പോൾ കാര്യമായ ഫണ്ടൊന്നും വന്നിട്ടില്ല. അന്ന് ബോച്ചെ മീഡിയകളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്, നിങ്ങളാണ് ഇതിൻ്റെ ബാക്ക് ബോൺ, നിങ്ങൾ സഹകരിക്കണം, നമ്മളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്, എന്ത് ചെയ്താലും ചീത്തപ്പേര് ഉണ്ടാവും എന്നൊക്കെ ബോച്ച പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നടന്നൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിക്ക് തുടക്കം ഇട്ടുകൊണ്ട് ബോച്ച 1 കോടി ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം മുതൽ അത്ഭുതകരമായ രീതിയിലായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുജനങ്ങളെ സേവിച്ച് നടക്കുന്ന ആളുകളെന്ന് അവകാശപ്പെട്ട് സമൂഹത്തിൽ നിരന്തരം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ബോച്ചെ കൊടുത്തിട്ടുള്ള ഒരു അടി ചില്ലറ അടിയൊന്നുമില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ യാത്ര, ഈ യാത്ര, മറ്റേ യാത്ര, മറിച്ച യാത്ര എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്
മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കഥ പറഞ്ഞും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും പിരിവെടുത്തും കോടികൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് പോക്കറ്റിലാക്കി ഫണ്ട് ശേഖരണം നടത്തി ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിഭാഗം ആൾക്കാർക്ക് ഇത് ഭയങ്കര അടിയായിരുന്നു. ചെറിയ അടിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പിന്നെ യാചകയാത്ര എന്ന് പറഞ്ഞ പേര് തന്നെ ഇട്ടിങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇത് ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിലേക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. കാരണം ബോച്ചയെ പോലെ ഒരു വലിയ മനുഷ്യൻ, അയാളിങ്ങനെ സാധാരണ ഒരു മനുഷ്യന്മാരിങ്ങനെ ഇപ്പം പിച്ചെടുക്കാൻ വേണ്ടി വരുന്ന മാതിരി നല്ല വരുന്നത്, ഒരു വലിയൊരു വണ്ടിയിൽ അങ്ങനെ കുറേ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ബക്കറ്റും പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 ഒരു ഓളം പിടിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു തിരമാല വരുന്ന പോലെ ഇങ്ങോട്ട് വരികയാണ്. ആ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മുൻപിൽ നിൽക്കുന്ന വലിയ വലിയ ആളുകൾ, അതല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബേഴ്സ്, കടൽ മച്ചാനെ പോലുള്ള ആളുകൾ, കടൽ മച്ചാൻ്റെ അമ്മ, അച്ചായൻ എന്ന് തുടങ്ങിയിട്ട് നിരവധിയുള്ള ആളുകൾ ആ ക്രൗഡിനോടൊപ്പം കൂടിച്ചേരാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പിന്നെ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു ഓളം ഇങ്ങനെ 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 ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരമാലമാരി ഇങ്ങനെ അടിച്ച് കലക്കി തെറിപ്പിച്ച് സകല നിലവിലുള്ള സ്തംഭങ്ങളെയും അടിച്ച് പൊളിച്ച് തെറിപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടിക്കാച്ചായിട്ട് ഇങ്ങനെ വരുന്ന വരവും കൊണ്ട് കണ്ടിട്ട് ആളുകളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നിന്നിങ്ങനെ വിറയ്ക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് അവസാനം ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പോലും പറയാൻ ഒരു മടിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നിന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര നമുക്ക് കൃത്യമായിട്ടും പറയാനുള്ളൂ. ബോബി ചെമ്മണ്ണൂർ ഇല്ലായിരുന്നുവെങ്കിൽ, ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു സംഗതി പരാജയപ്പെട്ടു പോയി എന്ന് കൂട്ടാം. അല്ലെങ്കിൽ ഇത്രയും പണം കിട്ടിയില്ലാത്തൊരവസ്ഥയിൽ അത് വന്ന് നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും വരില്ല. കാരണം മലയാളി എന്ന് പറഞ്ഞാൽ അവൻ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സാധനം ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഒരുമിക്കാനാണ് ഇപ്പോൾ പ്രയാസം. മലയാളിക്ക് ബോധ്യപ്പെടണം, കൃത്യമായിട്ടും മലയാളിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഏതറ്റം വരെയും അത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. ഇതിനു മുമ്പും ഒരുപാട് തെളിവുകളുണ്ട്, പക്ഷേ ഇതൊന്നും ഒന്നുമല്ല. കാരണം വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മൾ മലയാളിയുടെ ആ ഒരു ഊർജ്ജം കണ്ടതാണ്. കാരണം ഇങ്ങിവിടെ എറണാകുളത്തുള്ള ആളുകൾ അങ്ങ് നിലമ്പൂർ വന്നിട്ട് പിന്നെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി പിന്നെ ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വന്ന് അവിടെ ഡംപായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ആദ്യത്തെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് മലബാർ മേഖലയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഇവിടെ പിന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. മലയാളിയുടെ ഐക്യം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെ മനസ്സിലേക്കും ഈ ഒരു അബ്ദുറഹീം റഹീമിൻ്റെ ഈ ഒരു പ്രശ്നം എത്തിക്കാൻ വേണ്ടി ബോച്ച എന്ന് പറയുന്ന മനുഷ്യനെടുത്തിട്ടുള്ള ആ ഒരു റിസ്ക് എത്ര അഭിനന്ദിച്ചാലും അത്തരം ഒരു മനുഷ്യനെ എത്രത്തോളം പ്രകീർത്തിച്ചാലും മതിയാവാത്ത ഈ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പരിസമാപ്തിയുടെ സമയത്ത് ഇനി ഞങ്ങൾക്ക് ഫണ്ട് ഇതിലേക്ക് അയക്കേണ്ടതില്ല എന്ന് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പരാമർശിക്കേണ്ട പേര് ബോച്ചയുടെ പേരായിരുന്നു. ആ പേര് പറയാതെ പോയത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ബോച്ച എന്ന് പറയുന്ന ആളെ ഞാൻ അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ബോച്ചയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ബോച്ച എന്ന് പറയുന്ന മനുഷ്യനെ ആലപ്പുഴയിൽ വെച്ച് കണ്ടത്. പക്ഷെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി അതൊരു വല്ലാത്തൊരു എനർജിയാണ്. കാരണം നട്ടുച്ച വെയിലത്ത് പൊരി വെയിലത്ത് ഒരു മനുഷ്യൻ പുറത്തിറങ്ങാത്ത ആ ഒരു ചൂടത്ത് കടപ്പുറത്തോടെയും ആ സൈഡിൽ കൂടെയൊക്കെ അദ്ദേഹം ആ വണ്ടിയിൽ കുട ഉണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ചൂടെടുത്തിട്ട് യാതൊരു രക്ഷയില്ലാത്ത സിറ്റുവേഷനിൽ കൂടി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രകടനം, കടൽ മച്ചാനൊക്കെ അവിടുന്ന് കൊണ്ടൊരു ഓളമായിരുന്നു ഇത്. മര്യാദയ്ക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയാൻ എന്താ. ഇനി എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് വരുന്നത് ഈ പിന്നെ മലയാളി ഒത്തൊരുമിച്ചാൽ ഏതറ്റം വരെ നമുക്ക് എത്താൻ പറ്റും. എന്തായാലും നമ്മൾ വമ്പം വിജയത്തിലാണ്. മലയാളിയുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം വളരെയധികം ഉയരത്തിലാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അതായത് കളി അറിയുന്നവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന സമയത്ത് കളി അറിയാതെ കരയ്ക്ക് കയറി ഇരുന്നിട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില വൃത്തികെട്ട സാധനങ്ങളുണ്ട്. ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന ആളുകളെയും കൂടി മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ഈ മലയാളി എന്ന് പറയുന്ന സാധനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നവർ അതും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് വേണം കളിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.